പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ബേബി സ്കേർട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. വിഡ്ത്ത് 15 ഇഞ്ചും അതുപോലെ അതിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചുമാണ് വരുന്നത്. ഇതിൽ ഞാൻ സീം അലവൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അളവാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ 2 ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഷോൾഡർ സ്ട്രാപ്പിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 2 ഇഞ്ചും അതുപോലെ ലെങ്ത്ത് 20 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ 2 പീസ് ക്ലോത്ത് ഇതുപോലെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ 2 സൈഡിലും 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. സീം അലവൻസ് ആണത്. 2 സൈഡിലും മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കിതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വരച്ച ആ ലൈനിലേക്കൂടി സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതുപോലെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഉള്ളിലോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് 2 സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, മുകളിലും അതുപോലെ താഴെയും. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ 1/4 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴത്തും അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ 2 ഭാഗത്തും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഭാഗത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. അതേ മാർക്കിങ് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലും ചെയ്യണം. അപ്പോൾ അത് തിരിച്ചിട്ടിട്ട് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനായിട്ട് അവിടെയും ചെയ്യുക. ഇത് നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ എലാസ്റ്റിക് വെച്ച് ചെയ്യുന്ന ഒരു ടോപ്പാണ്. ഇനി നമ്മൾ ചെയ്ത അതേപോലെ താഴത്തെ ഭാഗത്തും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയും അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം, ഫ്രണ്ടിലും ബാക്കിലും. ഇനി നമ്മൾ ഈ വരച്ചെടുത്ത ലൈനിലേക്കൂടി തിന്നായിട്ടുള്ള എലാസ്റ്റിക് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് ലോക്ക് ചെയ്യണം. ഒരു ഡബിൾ സ്റ്റിച്ച് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടേക്കും കൊടുക്കുക. എന്നിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം എലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് നമ്മൾ വരച്ച ലൈനില്ലേ അതിലേക്കൂടെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. എലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് തന്നെ ചെയ്യണം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ താഴെ വരച്ച ലൈനിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 സൈഡിലും താഴെയും മേലെയും ഇതുപോലെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തിരിച്ചിടുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്കിതിന് ഷോൾഡർ സ്ട്രാപ്പാണ് വേണ്ടത്.
അത് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ഈ ക്ലോത്ത് ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് ഇതിൻ്റെ സൈഡിലേക്കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 പീസും അതുപോലെ ചെയ്യണം. ഞാൻ അതുപോലെ 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലത്തെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് തിരിച്ചിടുന്നത്. ഇതിൻ്റെ അറ്റത്തൊരു ഹുക്കുണ്ട്. അത് ഇതുപോലെ ഇതിനകത്തേക്ക് കയറ്റിയിട്ട് ആ ഹുക്ക് ഇവിടെ കൊളുത്തി കഴിഞ്ഞാൽ നമുക്കത് താഴത്തോട്ടേക്ക് പതുക്കെ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതുപോലത്തെ നമുക്ക് സ്ട്രാപ്പൊക്കെ തിരിച്ചിടാൻ പറ്റും. നിങ്ങളടുത്തത് ഇല്ലെങ്കിൽ ചെറിയ കോലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കുത്തിയിട്ട് തിരിച്ചിടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 പീസും തിരിച്ചിട്ടിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 8 ഇഞ്ച് നീളമുള്ള എലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അതുപോലെ അതിന് 1/2 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ആ എലാസ്റ്റിക് 2 ഭാഗത്തേക്കും വേണ്ടി 8 ഇഞ്ച് വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. ഇതും എലാസ്റ്റിക് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൂളാണ്. നിങ്ങളടുത്ത് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എലാസ്റ്റിക് ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കയറിയാൽ അത് ഉള്ളിലേക്ക് കയറി പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് നമുക്ക് എലാസ്റ്റിക് അതിനുള്ളിലേക്ക് കടത്തിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതായത് ഇതിൻ്റെ ചുരുക്കെല്ലാം കറക്റ്റാക്കിയതിന് ശേഷം ഇതുപോലെ വലിച്ച് കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് 2 സൈഡിലും ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ എലാസ്റ്റിക് നീങ്ങിപ്പോവില്ല. അപ്പോൾ 2 സൈഡിലും 2 പീസിലും അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടോപ്പിൻ്റെ ഷോൾഡറിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ 5.5 ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതേ മാർക്കിങ് ബാക്ക് സൈഡിലും കൊടുക്കണം. അതിനുശേഷം റൈറ്റ് സൈഡിലോട്ടേക്ക് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് അളന്നിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് ലെഫ്റ്റ് സൈഡിലോട്ടേക്കും മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് ഈ പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക 2 സൈഡിലും. അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ സ്ട്രാപ്പും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ സ്ട്രാപ്പിൻ്റെ അവിടെ ഞാൻ ഇതുപോലത്തെ ചെറിയ 2 ബോ ഉണ്ടാക്കിയിട്ട് അതും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബോ ഉണ്ടാക്കുന്നത് ഞാൻ സ്കേർട്ടിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.